പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി എറണാകുളം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഫിറ്റ്നസ് പരിശോധന ആരംഭിച്ചു. ആലുവ താലൂക്കിന് കീഴിലുള്ള വിവിധ സ്കൂളുകളിലെ വാഹനങ്ങളിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വരും ദിവസങ്ങളിലും പരിശോധന തുടരും. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് ഉറപ്പിക്കാനുള്ള പരിശോധനകൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. കഴിഞ്ഞ ദിവസം ആലുവയിൽ നടത്തിയ പരിശോധനയിൽ ഏകദേശം 200ഓളം വാഹനങ്ങളാണ് എത്തിയത്. വാഹനങ്ങളുടെ ഫിറ്റ്നസ്, CCTV ക്യാമറ സംവിധാനം, ഡ്രൈവർമാരുടെ ലൈസൻസ്, അടിയന്തര സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അവസാന 3 മാസത്തിനുള്ളിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാക്കിയ വാഹനങ്ങളെ ഇത്തവണത്തെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ സേഫ്റ്റിക്ക് ഉതകുന്ന തരത്തിലുള്ള സീറ്റുകളാണോ നോക്കുക, പ്ലാറ്റ്ഫോം നോക്കുക, ടയറിന്റെ കണ്ടീഷൻ, ഡ്രൈവർ ലൈസൻസിന്റെ കാലാവധി, അതാണ് ഏറ്റവും ഇന്ന് തന്നെ പരിശോധിച്ചപ്പോൾ 1-2 പേരുടെ ലൈസൻസ് 6 വർഷം മാത്രം എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഇങ്ങനെ ഫിറ്റ്നസ് കിട്ടിയത് ഗവൺമെന്റിന്റെ സ്റ്റിക്കർ വാഹനത്തിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ പതിപ്പിച്ച വാഹനങ്ങൾ മാത്രമേ ഈ അധ്യയന വർഷം മുതൽ നമുക്ക് സർവീസ് നടത്താൻ കഴിയുകയുള്ളൂ. വിദ്യാഭ്യാസ ഓഫീസർക്കും ഈ താലൂക്കിലെ എല്ലാ സ്കൂളുകൾക്കും നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജോയിന്റ് RTO അഫ്സൽ അലിയുടെ നേതൃത്വത്തിൽ 10 ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ് ആലുവയിൽ പരിശോധന നടത്തിയത്. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി വിദ്യാർത്ഥികളുടെ യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. ന്യൂസ് മലയാളം, കൊച്ചി.